റെഡ് അലർട്ടുള്ള ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി. ജലനിരപ്പ് ഉയർന്നതോടെ ജില്ലയിലെ 4 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. മഴയ്ക്കൊപ്പമുള്ള കനത്ത കാറ്റാണ് ഇടുക്കിയിൽ ഇപ്പോൾ വിനാശകാരിയാകുന്നത്. അടിമാലി കല്ലാറിലും ചേലച്ചുവട് കട്ടിങ്ങിലും വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. കല്ലാറിൽ വീടിനു മുൻപിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങളും തകർന്നു. കൊന്നത്തടിയിൽ അങ്കണവാടിക്ക് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് മേൽക്കൂര തകർന്നു. മട്ടുക്കടയിൽ ഓട്ടോ ഗ്യാരേജിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. 2 വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. മയിലാടുംപാറയിൽ കനത്ത കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 1 മാസം പ്രായമുള്ള കുട്ടിയുൾപ്പെടെ 3 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സൗണ്ട് കേട്ട് ആളുകളെല്ലാം ഓടി വന്നാங்க. பக்கத்தில் இருக்கிற ஆளுகள் எல்லாரும் ஓடி வந்துட்டு பின்ன பிள்ளைக்கு சுவாசம் விட முடியல, நல்லா மூச்சு திணறதாயிடுச்சு. பின்ன தட்டி கொடுத்த போது தான் சுவாசமே வந்துச்சு. பைப் மேலேயும் நல்லா சீட்டு விழுந்துருக்கு കേട്ടോ. മൊത്തം വീട് മൊത്തം എല്ലാ പൊരുളും എല്ലാമേ നനഞ്ഞിരുച്ചു. പരമാവധി സംഭരണശേഷിയിലേക്ക് ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കിയിലെ 4 അണക്കെട്ടുകൾ തുറന്നു. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള, പൊന്മുടി ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ മലങ്കര ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചു. മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നു. ജില്ലയിൽ 12 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 195 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 24 ഇടുക്കി.